നിലമ്പൂർ ശരിക്കും വിജയിച്ചത് അൻവർ അല്ലേ? ഈ സതീശൻ ആർക്കു വേണ്ടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്? വിജയ്, ഇത് സാമാന്യം യുക്തിയുള്ള എന്താ പറയുക, സാമാന്യം രാഷ്ട്രീയം അറിയുന്ന ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യം ഞങ്ങളിവിടെ പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഈ പി വി അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയം മുതൽ വി ഡി സതീശൻ എന്ന നേതാവ്, യു ഡി എഫിലെ അവരുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ആർക്ക് വേണ്ടിയാണ് ഈ വിടുപണി ചെയ്യുന്നത്? ഒരു ഇലക്ഷൻ ടൈമിൽ, ഒരു ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയം അറിയാവുന്ന ആരും ഒരു കച്ചിത്തുരുമ്പിന്റെ വോട്ട് പോലും കളയില്ല. നിലമ്പൂർ മണ്ഡലത്തിൽ 2 തവണ പ്രതിനിധീകരിച്ച ആളാണ് പി വി അൻവർ. അതിന് ആ പി വി അൻവറിനെ തനിക്ക്, അതായത് അത് വിജയനോട് എനിക്ക് പറയാൻ അറിയില്ല. ചിലർക്ക് ചില നാമധാരികളെ കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. അത് അന്തർലീനമായിട്ടുള്ള അവരുടെ മത സ്പർദ്ധയാകാം, ജാതി സ്പർദ്ധയാകാം. ഞാൻ പറയുന്നത് മനസ്സിലായിക്കാണും. പി വി അൻവർ അടങ്ങുന്ന ആ സമൂഹത്തെ വി ഡി സതീശൻ വെറുക്കുന്നുണ്ടോ എന്ന് ഒരു വേള സംശയം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന സംഘം തങ്ങൾ ഇനി ഒരു വേള കൂടി 5 കൊല്ലം കൂടെ വെളിയിരുന്നാൽ ഒന്നുമല്ലാതായിപ്പോ. ഒരു വേള ഞങ്ങൾ 5 കൊല്ലം കൂടെ ഇരുന്നാൽ ഈ പറയുന്ന ലീഗ് ഒന്നുമല്ലാതായിപ്പോ. ലീഗ്, ഭരണത്തില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ലീഗാണ്. അത് ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങളുടെ ഇത്രയും നാളത്തെ, വിജയുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് രാഷ്ട്രീയ വായനയുടെയും കണ്ടന്റെയും കാഴ്ചയുടെയും ഒക്കെ ഫലമായിട്ടുണ്ടാകും. അവിടെയാണ് വി ഡി സതീശൻ അൻവറിനെ മാറ്റി നിർത്തിയത്. ഇലക്ഷൻ ടൈമിൽ ഒരിക്കലും അൻവറിനെ അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആ മണ്ഡലത്തിലെ വോട്ട് ചെയ്തതിൽ 77,000-ലധികം വോട്ടാണ് ഈ പറയുന്ന ഷൗക്കത്തിന് കിട്ടിയത്. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, അദ്ദേഹം ജയിച്ചിരിക്കുന്ന വെറും 10,000-ന് മേൽ 11,000 വോട്ടിനാണ്. എം സ്വരാജിന് 66,000 വോട്ടാണ്. വെറും 10,000 ശിഷ്ടം വോട്ടിന്റെ ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. എം സ്വരാജിന്റെ വോട്ട് ചില്ലറയില്ല, 66,000 വോട്ടാണ് എം സ്വരാജ് കിട്ടിയത്. ഭരണവിരുദ്ധ വികാരം എന്ന് രാഷ്ട്രീയ വിരോധം മുന്നിൽ നിർത്തി രാഷ്ട്രീയ വിരോധികൾ പിണറായി വിജയനെതിരെ പറയുമ്പോൾ 66,000 വോട്ടാണ്. പാലക്കാട് കിട്ടിയ വോട്ട് എത്രയാണ്? ഈ പറയുന്ന ഈ സരിന് കിട്ടിയ വോട്ട് എത്രയാണ്? മാങ്കൂട്ടത്തിന് കിട്ടിയ വോട്ട് എത്രയാണ്? സരിനക്ക് വെളി പറയാൻ കിട്ടാത്ത വോട്ടാണ് കിട്ടിയത്. 25,000 വോട്ടിലധികം ലീഡിലല്ലേ മാങ്കൂട്ടം ജയിച്ചത്. ഇവിടെ വെറും 11,000 വോട്ടാണ്. അപ്പൊ അൻവറിനെ എന്തുകൊണ്ട് ഇദ്ദേഹം മാറ്റി നിർത്തി? ഇന്ന് പ്രമുഖ ചാനലിലെ പ്രമുഖരായ റിപ്പോർട്ടർ 2 പേര് വിളിച്ച് വി ഡി സതീശനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വരത്തിൽ അല്പം ഇത് കുറവുണ്ട്, ഘനഗംഭീരം കുറവുണ്ട്. തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അൻവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അൻവർ പറഞ്ഞു യു ഡി എഫിലേക്ക് പ്രവേശനം കാര്യം അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കാനായി കെ മുരളീധരനുണ്ട്. ഇത് അൻവറിന്റെ വിജയമാണ്. 20,000 വോട്ടാണ് അൻവർ പിടിച്ചത്. ഞാൻ കരുതിയത്, നമ്മളൊക്കെ വിദ്യാർത്ഥിയാണ്, അപ്പൊ ഞാനെന്ന് എന്നെ കുറിച്ച് ഞാൻ പോഴ്ത്തി പറയുന്നതല്ല, നമ്മളെല്ലാവരും കരുതിയത് വെറും 5,000 വോട്ടേ ചിലപ്പോൾ അൻവർ പിടിക്കുള്ളൂ. നാണം കെട്ടുപോകും. കാര്യം ഒരു ബാനറിന്റെ കീഴിൽ നിൽക്കുന്നതും ഒരു പാർട്ടിയുടെ കീഴിൽ നിൽക്കുന്നതും അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതും രണ്ടാണ്. നമ്മുടെ കോളേജ് യൂണിയൻ തന്നെ നമ്മൾ നോക്കുക. കോളേജ് യൂണിയനിൽ തന്നെ SFI കാൻഡിഡേറ്റ്, KSU കാൻഡിഡേറ്റ്, ABP കാൻഡിഡേറ്റ്, പോട്ടെ ഏതെങ്കിലും ഈർക്കൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ് അല്ലാതെ ആരെങ്കിലും മത്സരിച്ച് നോക്കട്ടെ, ഹാസ്യ കഥാപാത്രം ആവൂലേ? ആവും. അവിടെ ഇദ്ദേഹം ഹാസ്യ കഥാപാത്രം ആകപ്പെടുകയായിരുന്നു. CPM-ന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആരെങ്കിലും ഈ പാർട്ടിയിൽ പിന്നെ വേരോടിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ സെൽവരാജ് ഉണ്ടോ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം? ഉണ്ടോ സെൽവരാജ്? അറിയില്ല, എനിക്കറിയില്ല. വിജയ്ക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി പേരുണ്ട്. വിജയ് പറ. ഒത്തിരി പേരുണ്ട്. ഏരിയ കമ്മിറ്റി വരെ എത്തി, ജില്ലാ കമ്മിറ്റി വരെ എത്തിയ നിരവധി പേരുണ്ട്. പാർട്ടിയിൽ നിന്ന് പോയ പിന്നെ ഒന്നുമല്ല. ആ സ്ഥാനത്താണ് അൻവറിനോടുള്ള ആ നാട്ടുകാരുടെ സ്നേഹം വോട്ടായി മാറിയത്. 20,000-ലധികം വോട്ട് അടുത്ത് വന്നിട്ടുണ്ട്. ഈ 20,000 വോട്ട് കൂടെ ചേർന്നെങ്കിൽ എത്ര വോട്ടിന് ജയിക്കേണ്ടതാണ് ഷൗക്കത്ത്? അതിന്റെ വിലങ്ങ് തള്ളിയിട്ട ആളാണ് സതീശൻ. സതീശനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളോട് സതീശൻ പറയുന്നത്, നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ എന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ക്രൂശിച്ചു. സർ, ക്രൂശിച്ചതല്ല സർ, നിങ്ങൾ അത് മാറ്റി നിർത്തിയ തെറ്റായി പോയി എന്ന് പറഞ്ഞതാണ് സർ. അതാണ് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അത് ആരായിരുന്നാലും, ഒരു കച്ചിത്തുരുമ്പായാലും ഒരു വോട്ടായാലും അത് വിലയുള്ളതാണ്. അത് കെ മുരളീധരൻ അറിയാം, വേറെ സുധാകരൻ അറിയാം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാം, സുധീരൻ അറിയാം, ഈ പറയുന്ന വലിയ വ്യക്തിത്വങ്ങൾക്കറിയാം. അത് അറിയാതെ പോയതല്ല, അറിയാത്തതല്ല. നമ്മൾ ആദ്യം സംസാരിച്ച് പറഞ്ഞ പോലെ വി ഡി സതീശന്റെ ഉള്ളിലുള്ള ജാതി സ്പർദ്ധയാണ്, മതസ്പർദ്ധയാണ്. ഒരിക്കലും ഒരു നേതാവ് അങ്ങനെ പെരുമാറാൻ പാടില്ല. ഞാൻ പറയുന്നത് വെറുതെ അല്ല, ഇത് ഞാൻ പറയുന്നത് എൻ്റെ വാക്കുമല്ല. ഞാൻ എൻ്റെ
എനിക്ക് പരിചയമുള്ള ചില രാഷ്ട്രീയം അറിയുന്ന വലിയ വലിയ ആൾക്കാരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എത്ര വോട്ടിന് ജയിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്ക്. 19ഉം 11ഉം ഈ ഇട്ടിരിക്കുന്ന 19,000 പ്ലസ് 11 20,000-ലധികം വോട്ട്. എന്തേ ആ വിജയത്തിന് തിളക്കം? ആ തിളക്കം കൊണ്ടു കളഞ്ഞത് സതീശനല്ലേ? പറ വിജയ്. ഇല്ല, ഇതിലൊരു മറ്റൊരു ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം എന്ന് എനിക്കറിയണം. അതായത് ഇപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ സതീശനെ സപ്പോർട്ട് ചെയ്ത് പറയുക, അനുകൂലിച്ച് പറയുക, അല്ലെങ്കിൽ എതിർത്ത് പറയുക ചെയ്യുന്നതല്ല. എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ ഈ അൻവർ സതീശൻ്റെ അടുക്കൽ ചെല്ലുന്നു, ഇലക്ഷൻ നടന്നിട്ടില്ല, ഒരു പക്ഷേ അൻവറിന് വിജയസാധ്യതയുണ്ട്. അൻവർ 2 തവണ ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ പേടിച്ചെടുക്കുന്നത് പോലെയായിട്ട്, അതായത് അതിന് നമ്മൾ തോറ്റു പോകുമോ എന്നൊരു പേടിയിൽ ഒരു പക്ഷേ അൻവറിനെ എടുക്കാതിരിക്കുകയും പിന്നീട് ഇനിയിപ്പോൾ എന്തായാലും കോൺഗ്രസ് അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, അവിടെ ആ ഒരു മണ്ഡലത്തിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അൻവറിനെ എടുക്കുന്നതിൽ നമ്മുടെ സതീശന് എതിർപ്പൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു സാധ്യത ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം ആയിക്കൂടെ ഒരു പക്ഷേ അൻവറിനോട് ഈ കാണിച്ച ഒരു അവഗണന പ്രായശ്ചിത്തം. അത് ചേട്ടൻ പറയുന്നത് പ്രായശ്ചിത്തമായിട്ട് ഇനി ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഒരുപക്ഷെ അൻവറിനെ സ്വീകരിക്കാതിരുന്നത് അദ്ദേഹം ശത്രുപാളയത്തിൽ നിന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മളത് ഓർക്കണം. കോൺഗ്രസിൻ്റെ ശത്രുപാളയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ശത്രുവിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മണ്ഡലം 2 തവണ തുടർച്ചയായി ഭരിച്ചൊരു വ്യക്തിയാണ്, ജയിച്ച വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പേടിച്ചിട്ട് ചെയ്തതുപോലെ ആയിപ്പോകും. കാരണം അത് കോൺഗ്രസിന്റെ മണ്ണാണ്. അതിനകത്ത് വിജയ് പേടിച്ചിട്ട് ചെയ്യുന്നതല്ല, അങ്ങനെ ആയിപ്പോവും എന്ന് വിചാരിച്ചിട്ട് എടുക്കാത്തതല്ല. അത് വ്യക്തി വൈരാഗ്യം മാത്രം. എന്തിന്? ഈഗോ. അതായത് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായതാണ്. ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഇവിടെ വ്യക്തി വൈരാഗ്യം എന്തിനെന്നാണ്? വ്യക്തി വൈരാഗ്യവും ഈഗോയും ഉണ്ട്. അതായത് PV അൻവറിനെ സംബന്ധിച്ച് PV അൻവർ ഒരു വലിയ തെറ്റ് കാണിച്ചു. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ചെറിയ ഉദാഹരണം പറയാം. വിജയിനൊരു സാമ്രാജ്യമുണ്ട്. വിജയ് ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്നു. ഈ ട്യൂട്ടോറിയൽ കോളേജിലേക്ക് ഒരു അധ്യാപകനെ എടുക്കരുത് എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഒരു അധ്യാപകനാണ്. ഞാൻ പറയുന്നു അയാളെ വെച്ചാൽ നല്ലതല്ല. ഇത് ഞാൻ പറയാം, ഞാൻ ആര്? ഹൂ ആം ഐ? ഞാൻ ആരുമില്ല. വിജയാണ് മുതലാളി. വിജയ്ക്ക് 10 കുട്ടികൾ പഠിക്കാൻ അവിടെ വരണമെങ്കിൽ ആ അധ്യാപകനെ വെക്കണം. ഞാനത് പറയേണ്ട കാര്യമില്ല, വിജയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ വന്ന് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു അധ്യാപകനായി നിങ്ങളുടെ ട്യൂട്ടോറിയൽ കോളേജിൽ ഞാൻ അധ്യാപകനായിട്ട് വരാൻ പോവുകയാണ്. അവിടെയാണ് ഡിഫറൻസ്. ഈ ജോയിയെ നിർത്താൻ പറയാൻ അൻവർ ആര്? അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി മറ്റൊരു തരത്തിലായിരുന്നു. ആര്? സുധാകരനല്ല, സതീശൻ. ഇപ്പോൾ എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും, നേരിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും. വേറെ 1-2 പേര്, അശോകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ വേറെ ആരെങ്കിലും, ചേട്ടാ അയാളുടെ അടുത്ത് പറഞ്ഞ് വിലക്കേരെ, അയാൾക്ക് എന്നോട് ഇന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള ആൾക്കാരെ അയാളോട് പഠിപ്പിക്കാൻ വന്നാൽ മതി, അയാൾക്ക് കൊടുക്കാനുള്ള ശമ്പളം ഞാൻ കൊടുത്തോളാം. എന്തേ മാന്യത? അതുപോലെ ഇദ്ദേഹം സതീശന് പറയാമായിരുന്നു, സുധാകരൻ, നിങ്ങൾ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളല്ലേ, ബഹുമാനപ്പെട്ട കെ സുധാകരൻ, നിങ്ങൾ KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, കെ മുരളീധരൻ, നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു വിലക്കൂ. ഇത് പാർട്ടി UDF അടങ്ങുന്ന കോൺഗ്രസ് ആണ്, നമ്മൾ ഡിസൈഡ് ചെയ്യും. അല്ലെങ്കിൽ ലീഗുണ്ട്, ലീഗ് ഡിസൈഡ് ചെയ്യും. ലീഗിന്റെ ആവശ്യം കൂടിയാണ് ജയിക്കേണ്ടത്. അത് അവിടെ അദ്ദേഹം ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അവിടെ പരാജയമായിരുന്നു. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് റൂട്ടുണ്ട്. ഇവിടെ PV അൻവർ പറയേണ്ടത് അടുക്കളയിൽ നിന്ന് അമ്മയോട് പറയേണ്ട കാര്യം അരങ്ങത്ത് പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അമ്മയോട് പറയണം, അമ്മ മീൻകറിയിൽ ഉപ്പ് കുറവാണ്. അല്ലാതെ മൈക്കെട്ടി വെച്ചിട്ട് അമ്മ ഉണ്ടാക്കിയ മറ്റേ മീൻകറിയിൽ ഉപ്പ് കുറവായിരുന്നു എന്ന് നിങ്ങൾ പറയൂ? ഞാൻ പറയില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കിയ മീൻകറി, എനിക്ക് അമ്മ ഉണ്ടാക്കി തന്ന ചോറ് ഞാൻ അമ്മയുടെ അടുത്തേ പറയുള്ളൂ. അത് പറയേണ്ട ഒരു വേദിയുണ്ട്, അവിടെ പറയുള്ളൂ. അല്ലാതെ വെളിയിൽ പോയി പറഞ്ഞാൽ പോയി ചീറ്റി, അവിടെ പരാജയപ്പെട്ടു. അവിടെയാണ് അൻവർ പരാജയപ്പെട്ടത്. ആ പരാജയത്തിന് ഇങ്ങനെയല്ല നോവിക്കേണ്ടത്, അവിടെ ചേർത്ത് നിർത്തണമായിരുന്നു. അൻവർ അത്ര ശക്തിയാണെന്ന് അൻവർ തെളിയിച്ചു. പിന്നെ എൻ്റെ അടുത്ത് വിജയ് ചോദിച്ചൊരു കാര്യം, ശത്രുപാളയത്തിൽ നിന്നല്ലേ? ശത്രുപാളയത്തിൽ നിന്ന് വന്ന ആളെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത്. 9 വർഷമായപ്പോൾ പിണറായി സത്യത്തിനെതിരെ ഒരു ശബ്ദം അവരുടെ പാളയത്തിൽ നിന്നാണ് ഉണ്ടായത്, അല്ലേ? അവരുടെ പാളയത്തിൽ നിന്നാണ് ഉണ്ടായത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ പാളയത്തിൽ നിന്നുണ്ടായ ആ ശബ്ദത്തെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. ഇപ്പൊ KSU SFI കോളേജിനകത്ത് ഒരു KSUക്കാരൻ തീപ്പൊരി നേതാവ് അവരുമായി ഇടിച്ചു നിൽക്കുകയാണെങ്കിൽ SFIക്കാരൻ അവരെ കൊണ്ടുവരും. എന്തിന്? അവനെ കൊണ്ട് 10 പെമ്പിളരെ വോട്ട് കിട്ടാനായിട്ട്. ഇല്ലേ? നിങ്ങൾ പറ. അവിടെയാണ് ഈ പരാജയം. അവിടെയാണ് സതീശന് പരാജയം പറ്റിയത്. അദ്ദേഹത്തിന്റെ സെൽഫ് ഈഗോ. ഈ സെൽഫ് ഈഗോ വെച്ച് എങ്ങനെ ഒരു ആൾ ജനപ്രതിനിധി, ഒരു ലീഡറായിട്ട് നിൽക്കാൻ പറ്റും?
അത് പരാജയമാണ്. നിങ്ങൾ നോക്കിക്കോ, ഇത് തനി നാടൻ ഭാഷയിൽ സതീശനെ ഉടുത്ത് നനച്ച് വിരിച്ച് ഉടുത്ത് അയൽ വിരിക്കും. ആര്? ലീഗ്. കുഞ്ഞാലിക്കുട്ടി ചില്ലറക്കാരനല്ല. നമുക്ക് കാത്തിരിക്കാം അല്ലേ?